വിവാഹവും വിവാഹമോചനവും. ഞാൻ പറഞ്ഞ ഒരു രീതി ഓർത്ത്, ഒരുമിച്ചല്ലേ വിവാഹം കഴിക്കുന്നത്, ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ വിവാഹമോചനം. അപ്പോൾ ഒരുമിച്ച് ചെയ്യുന്ന ലിസ്റ്റ് കൺഗേൺ ലിസ്റ്റ്. ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. ഭരണഘടനാ ലിസ്റ്റുകൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ക്ലാസ് ആണ്. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. സോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 2 ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. പഠിപ്പിക്കുന്ന പരമാവധി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. അതോടൊപ്പം ആവശ്യമുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് തയ്യാറാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിള്ളേരെ, ഇവിടെ ആദ്യം തന്നെ ഒരു ചോദ്യമാണ്. ഇതൊരു 10th ലെവൽ ചോദ്യം തന്നെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. 10th ലെവൽ ചോദ്യം തന്നെയാണ്, എൽഡിക്ക് ചോദിച്ചതാണ്. ഓക്കെ, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ച വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയുടെ പ്രത്യേക അധികാരമുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദ്യം. അത് നോക്കിയേ, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സോ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം എന്നുള്ളത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഓക്കെ, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. വീണ്ടും ഞാൻ പറയുന്നു, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. സോ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, വേണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. അപ്പൊ മുകളിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് തെറ്റായിട്ട് വരും അല്ലേ, മൂന്നാമത്തെ തെറ്റായിട്ട് വരും. ഓക്കെ, രണ്ടാമത്തെ ശരിയായതുകൊണ്ട് മൂന്നാമത്തെ തെറ്റായിട്ട് വരും. സോ നമുക്കിവിടെ ആൻസർ നമുക്ക് എടുക്കാൻ കഴിയും. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഇത് രാജ്യസഭയുടെ ഒരു പ്രത്യേക അധികാരമാണ് ഈ പറയുന്നത്. അതായത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിന് പരിഗണനയ്ക്ക് വിടണമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തെ കൺകറന്റ് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിലും രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. ഇതൊക്കെ മാത്രമല്ല രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്ന രീതിയിൽ PSC ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 61 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 61 നമ്മുടെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആണ് ആർട്ടിക്കിൾ 61 എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, എന്നാൽ ആർട്ടിക്കിൾ 67B പറയുന്നത് ഉപരാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ്. ഈ ഉപരാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് രാജ്യസഭയിലാണ്. മനസ്സിലായ? ഉപരാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് എവിടെയാണ്? രാജ്യസഭയിലാണ്. അപ്പൊ ഈ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ നമുക്ക് ഏത് സഭയിൽ വേണോ ആരംഭിക്കാൻ കഴിയും, ഏത് സഭയിൽ വേണോ ആരംഭിക്കാൻ കഴിയും. പക്ഷേ ഉപരാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളാണെങ്കിൽ അത് ആരംഭിക്കേണ്ടത് രാജ്യസഭയിലാണ്. അത് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ആർട്ടിക്കിൾ 312 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആർട്ടിക്കിൾ 312 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ത്യാ സർവീസ് ആണ്, അല്ലെ ഓൾ ഇന്ത്യ സർവീസ് ആണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിന് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിന് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥർ നിയമിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലും നിയമിക്കപ്പെടും അല്ലേ. അതായത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലും സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലും നമ്മുടെ ഈ പറയുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ, അതായത് IAS IPS അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാറുണ്ട്, നിയമിക്കപ്പെടാറുണ്ട്. സോ അവിടെ സംസ്ഥാനങ്ങളുടെ കൗൺസിലായിട്ടുള്ള രാജ്യസഭയ്ക്ക് ഒരു അധികാരമുണ്ട്. അത് ആർട്ടിക്കിൾ 312 പറയുന്നുണ്ട്. ഈ പറയുന്ന പുതിയ അഖിലേന്ത്യാ സർവീസിൽ രൂപീകരിക്കാനുള്ള ആരുടെ അധികാരത്തെക്കുറിച്ച്, രാജ്യസഭയുടെ അധികാരത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എല്ലാ പോയിന്റ്സും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ഇത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന, അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന
സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അത് അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റേത് LD ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇവിടെ നോക്കി കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളെന്നാണ് ചോദ്യം. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണോ? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ്. തൊഴിലാളി സംഘടന കൺകറന്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിലാണ്. ദത്തെടുക്കലും പിന്തുടർച്ചയും ഏതിൽ വരുന്നതാണ്? വളരെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഇതെല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യാം, പോവാം. നമുക്കിവിടെ പഠിക്കേണ്ടത് ലിസ്റ്റുകളെ കുറിച്ചാണ് അല്ലേ? ലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ലിസ്റ്റുകൾ എന്നൊരു വിഷയം വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്തെന്ന് കേട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഭാഗത്താണ് കേട്ടോ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത്. അതായത് പാർട്ട് 11 കേട്ടോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 11 ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയുള്ള ഭാഗത്താണ് ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പറയുന്നത് കേട്ടോ. അതായത് പാർട്ട് 11 ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയുള്ള ഭാഗത്താണ് എന്ത് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അല്ലെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 ആർട്ടിക്കിൾസ്. ഒന്ന് 246 എന്ന ആർട്ടിക്കിൾ. 246 എന്ന ആർട്ടിക്കിളിലാണ് ഈ ലിസ്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത്. 246 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. പിന്നെ 248 എന്നുള്ള ആർട്ടിക്കിൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 248 നമുക്കിപ്പോൾ 3 ലിസ്റ്റുകളാണ് ഉള്ളത് അല്ലേ? ഏതൊക്കെ ലിസ്റ്റുകളാണ് നമുക്കുള്ളത്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ? കൺകറന്റ് ലിസ്റ്റിനെ നമ്മൾ സമവർത്തി ലിസ്റ്റ് എന്നും സംയുക്ത ലിസ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 തരം ലിസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. ഇതിൽ ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അതിനെയാണ് നമ്മൾ അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും. അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 248 ആർട്ടിക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 248 അവശിഷ്ടാധികാരങ്ങൾ. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് നിയമനിർമ്മാണം നടത്തുന്നത്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് നിയമനിർമ്മാണം നടത്തുന്നത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും എന്ത് ചെയ്യും പിള്ളേരെ, നിയമനിർമ്മാണം നടത്തും. അതായത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾക്ക് 2 പേർക്കും, അതായത് യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും നിയമനിർമ്മാണം നടത്താൻ കഴിയും. ഈ പറയുന്ന അവശിഷ്ട അധികാരത്തിൽപ്പെട്ട വിഷയങ്ങളിൽ, അതായത് റെസ്യൂഡറി പവേഴ്സിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്, കേന്ദ്ര സർക്കാരിനാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അവശിഷ്ടാധികാരത്തിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റാണ്, കേന്ദ്ര സർക്കാരാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സൈബർ നിയമങ്ങളാണ് കേട്ടോ. സൈബർ നിയമങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സൈബർ നിയമങ്ങൾ, അതായത് റെസ്യൂഡറി പവേഴ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഏത്, സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടും തീരുന്നില്ല, ഈ അവശിഷ്ടാധികാരം എന്ന ആശയം നമ്മളെ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നും ചോദിക്കും. അവശിഷ്ടാധികാരം എന്ന ആശയം നമ്മളെ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് നമ്മൾ അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. കാനഡയിൽ നിന്ന് അവശിഷ്ടാധികാരം മാത്രമല്ല നിങ്ങൾക്ക് ചോദിക്കുന്നത്, യൂണിയൻ ലിസ്റ്റ് കടമെടുത്തത് എവിടെയെന്ന് കേട്ടാൽ അത് കാനഡയിൽ നിന്നാണ്. സംസ്ഥാന ലിസ്റ്റ് കടമെടുത്തത് എവിടെയെന്ന് കേട്ടാൽ അതും കാനഡയിൽ നിന്നാണ് കേട്ടോ. സംസ്ഥാന ലിസ്റ്റ് കടമെടുത്തതും എവിടെ തന്നെയാണ്, കാനഡയിൽ തന്നെയാണ്. അവിടെയും തീരുന്നില്ല കാനഡയുടെ ചോദ്യം. പിള്ളേരെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനമുണ്ട് അല്ലേ? അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമാണ് അല്ലേ? അപ്പൊ കൂടുതൽ ശക്തമായൊരു കേന്ദ്ര സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അപ്പൊ ശക്തമായ കേന്ദ്ര സർക്കാരോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മനസ്സിലായ? അപ്പൊ എങ്ങനത്തെ സമ്പ്രദായം എന്ന് കേട്ട് കഴിഞ്ഞാൽ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഒരു അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ്, ക്വാസി ഫെഡറൽ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികൾ? അതും കാനഡയിൽ നിന്നാണ്. അപ്പൊ അവശിഷ്ടാധികാരം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്.
സംസ്ഥാന ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ്? കാനഡയിൽ നിന്ന് തന്നെയാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികളെ? അത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പഠിച്ചിരിക്കുക. ആർട്ടിക്കിൾ 108 പറയുന്ന ജോയിന്റ് സിറ്റിംഗ് അല്ലേ? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നമ്മൾ കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ്? ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഇനി ലിസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കെഡ്യൂൾ ഉണ്ട്, അതായത് ഒരു പട്ടികയുണ്ട്. അത് ഏത് പട്ടിക എന്ന് പറഞ്ഞാൽ 7ാം പട്ടിക. ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് 7ാം പട്ടികയാണ്. ഓക്കെ, ഞാൻ ഈ പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് എനിക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അനുച്ഛേദം, അതായത് ഈ ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ലിസ്റ്റുകൾ എവിടെ വരുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 11ാമത്തെ ഭാഗം 11ാമത്തെ പാർട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിൽ വരുന്ന ആർട്ടിക്കിളുകൾ 245 മുതൽ 263 വരെയാണ്. അതിൽ 246 എന്ന ആർട്ടിക്കിളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത്. 248 എന്ന ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് അവശിഷ്ടാധികാരത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് അവശിഷ്ടാധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. യൂണിയൻ, സംസ്ഥാനം, കൺകറന്റ് അല്ലെ? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. സംസ്ഥാന ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ടാധികാരങ്ങളിലാണ്. ഈ അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് സൈബർ നിയമങ്ങൾ. അവശിഷ്ടാധികാരം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അതുപോലെ തന്നെ എന്താ പിള്ളേരെ? ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും ഇവിടെ തന്നെയാണ്? കാനഡയിൽ തന്നെയാണ്. പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഓക്കെ, ഇനി നമ്മൾ ലിസ്റ്റിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്ന് പറയുന്നത് 42ാമത്തെ ഭേദഗതി. ഈ 42ാമത്തെ ഭേദഗതിയിൽ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 1976 42ാം ഭേദഗതിയിലാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയിലാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തത് കുട്ടികളെ? മാറ്റിയത്. ഓക്കെ, സോ ആ 5 വിഷയങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കണം. ഒന്ന് വിദ്യാഭ്യാസമാണ്. 2 വനമാണ്. മൂന്നാമത്തത് അളവ് തൂക്കമാണ്. 4ാമത്തത് വന്യജീവി സംരക്ഷണം, അതായത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണം. 5ാമത്തത് സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണനിർവഹണം. അപ്പൊ ഈ 5 വിഷയങ്ങളാണ് 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ആ 5 വിഷയങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടാൽ 1 വിദ്യാഭ്യാസമാണ്, 2 വനമാണ്, 3 അളവ് തൂക്കം ലീഗൽ മെട്രോളജി എന്ന് പറയും, 4 വന്യജീവി സംരക്ഷണം, 5 സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണനിർവഹണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചോളൂ, ഈ 5 വിഷയങ്ങൾ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവി സംരക്ഷണം, സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണനിർവഹണം. ഈ 5 കാര്യങ്ങൾ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, ഇനി ഓരോ ലിസ്റ്റിലെയും വിഷയങ്ങളുടെ എണ്ണം നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ പിള്ളേരെ, നമ്മുടെ യൂണിയൻ ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് 97 വിഷയങ്ങളുണ്ടായിരുന്നു. നിലവിൽ 98 വിഷയങ്ങളാണ് ഉള്ളത്. നിലവിൽ എത്ര വിഷയങ്ങളാണുള്ളത്? 98 വിഷയങ്ങളാണ് നിലവിൽ ഉള്ളത്. ഓക്കെ, ഇത് 100 എന്നുള്ള രീതിയിൽ പലയിടത്തും പല ടെക്സ്റ്റിലും കിടക്കുന്ന കണ്ടു. പക്ഷെ നിലവിൽ 98 വിഷയങ്ങളാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ ലിസ്റ്റ് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നമ്പർ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. 98 വിഷയങ്ങളാണ് ഇപ്പം ഉള്ളത്. അടുത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ ആരംഭത്തിൽ 66 വിഷയങ്ങൾ, അതിൽ നിന്ന് 5 എങ്ങോട്ടേക്ക് മാറ്റി?
5 നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ 66 നിന്ന് ഇപ്പോൾ എത്രയായി മാറി? 61 മാറി. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ആരംഭത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 47 വിഷയങ്ങളിലേക്ക് 5 വിഷയം ആടായിട്ട് ഇപ്പോൾ എത്ര ഉണ്ട്? 52 വിഷയങ്ങളാണ് ഏതിലുള്ളത് കുട്ടികളെ? കൺകറന്റ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ. യൂണിയൻ ലിസ്റ്റ് ആരംഭത്തിൽ 97 വിഷയങ്ങൾ, നിലവിൽ 98. സ്റ്റേറ്റ് ലിസ്റ്റ് ആരംഭത്തിൽ 66 വിഷയങ്ങൾ, നിലവിൽ 61. കൺകറന്റ് ലിസ്റ്റ് ആരംഭത്തിൽ 47, നിലവിൽ 52. ഓക്കെ, അപ്പൊ 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 5 വിഷയങ്ങൾ മാറ്റിയത് 76-ലെ 42-ാം ഭേദഗതി പ്രകാരമാണ്. ആ 5 വിഷയങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്കം, 4 വന്യജീവി സംരക്ഷണം, 5 സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണ നിർവഹണം. ഇതാണ് ഈ 5 വിഷയങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ പഠിച്ചു തുടങ്ങണം. ഓക്കെ, ഇത് പഠിക്കാനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദ്യം വരുന്നത് നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിലെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നത്. പക്ഷേ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം പുറത്തുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് കൺകറന്റ് ലിസ്റ്റ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൺകറന്റ് ലിസ്റ്റ് ആദ്യം പഠിക്കാം. അതിപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള വിഷയങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. നോട്ട് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? എവിടെ സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണ് അല്ലേ? അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനും ഒരുമിച്ച് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോ, വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, വനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും. നമ്മൾ നേരത്തെ പറഞ്ഞ 5 വിഷയങ്ങൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ പിള്ളേര്. ബാക്കിയുള്ള അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, പിന്നെ നമ്മുടെ വന്യജീവി സംരക്ഷണം നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണ നിർവഹണം. ഓക്കെ, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം സംയുക്ത ലിസ്റ്റിലാണ്. തൊഴിലാളി സംഘടനകൾ, കുറെ ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുന്നതെന്ന് ഓർക്കുക. മായം ചേർക്കാൻ ഒരാളായിരിക്കില്ല, കുറച്ച് ആൾക്കാർ കൂട്ടിച്ചേർന്നിട്ടാണ് മായം ചേർക്കുന്നത്. ദത്തെടുക്കാൻ നിങ്ങൾക്കറിയാം, ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ദത്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഒരാൾ പോയിട്ട് എനിക്കൊരു കുട്ടിയെ ദത്തെടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ 2 പേര് ചേർന്നിട്ട് പോയാലേ ദത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശം ആ ഒരു രീതിയിൽ ഒരുമിച്ച് പോയാലേ നടക്കൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാവുന്നതാണ് എന്നൊരു പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന മറ്റു വിഷയങ്ങൾ ഏതൊക്കെയാന്ന് നോക്കണം കേട്ടോ. അപ്പൊ ആ പറഞ്ഞ അത്രയും പോയിട്ട് വിവാഹവും വിവാഹമോചനവും ഞാൻ പറഞ്ഞ ഒരു രീതി ഓർത്ത്, ഒരുമിച്ചല്ലേ വിവാഹം കഴിക്കുന്നത്, ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ വിവാഹമോചനം. അപ്പോൾ ഒരുമിച്ച് ചെയ്യുന്ന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്. വിവാഹമോചനവും ഏതിലാണ് പിള്ളേരെ? കൺകറന്റ് ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം, നമ്മൾ ഒരുമിച്ച് വിചാരിച്ചാൽ ജനസംഖ്യ നിയന്ത്രണം നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുമിച്ച് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും നമ്മൾ ഒരുമിച്ചാണ്. സോ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും കൺകറന്റ് ലിസ്റ്റിലാണ്. ചാരിറ്റബിൾ മതസ്ഥാപനങ്ങൾ, അത് ഒറ്റയ്ക്കല്ല, നമുക്ക് കുറെ ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ചാരിറ്റബിൾ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും ആരംഭിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കൺകറന്റ് ലിസ്റ്റിലാണെന്ന് ഓർത്തിരിക്കാം. തുറമുഖങ്ങൾ കൺഫ്യൂഷൻ വരരുത്. മേജർ പോർട്ട് ആണെങ്കിൽ അത് യൂണിയൻ ലിസ്റ്റിലും, മൈനർ പോർട്ട് ആണെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലുമാണ്. മനസ്സിലായ? മേജർ പോർട്ട് ആണെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, മൈനർ പോർട്ട് ആണെങ്കിൽ ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, അടുത്ത് പത്രം, പുസ്തകം, അച്ചടിശാല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസത്തിന് നമുക്ക് പത്രം വായിക്കണം, പുസ്തകം ആവശ്യമാണ്, അച്ചടിശാലകൾ ആവശ്യമാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം നമുക്ക് പത്രം വായിക്കണം, പുസ്തകം പഠിക്കണം, അച്ചടിശാലകളും ആവശ്യമാണ്. ഓക്കെ,
ഉൾനാടൻ ജലഗതാഗതം, ഓക്കെ, അതും ഏതാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. വില നിയന്ത്രണവും ഏതിൽ തന്നെയാണ് പിള്ളേരെ? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇപ്പൊ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും നമ്മൾ ചീത്ത വിളിക്കത്തില്ലേ? അവന്മാരെ നശിച്ച ഭരണം കാരണം വില കൂടി പോകണം. കേന്ദ്രവും കണക്കിന് സംസ്ഥാനവും കണക്കിന്. അപ്പം വില നിയന്ത്രണം രണ്ടും കൂടെ ചേർന്ന കൺകറന്റ് ലിസ്റ്റിലാണ്. ജനന മരണ രജിസ്ട്രേഷൻ, ജനനത്തിനും മരണത്തിനും ആൾക്കാർ ഒത്തുചേരും, കൂടിച്ചേരും. ജനന മരണ രജിസ്ട്രേഷനും ഏതിലാ കുട്ടികളെ? കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ കൂടിച്ചേർന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു. ജനനത്തിനും മരണത്തിനും ആൾക്കാർ കൂടിച്ചേരും എന്ന് പറഞ്ഞു. അപ്പം ജനന മരണ രജിസ്ട്രേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ. വൈദ്യുതിയും എന്താണ് പിള്ളേരെ? കൺകറന്റ് ലിസ്റ്റിലാണ്. വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മറ്റേ വെട്ടം സിനിമയിൽ ഉണ്ടല്ലോ, കറണ്ട് അടിച്ചിട്ട് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കാര്യമില്ലേ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ വൈദ്യുതി ഏതാണ് പിള്ളേരെ? വൈദ്യുതി എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലാണ്. അടുത്ത് ക്രിമിനൽ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഈ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പിടിക്കാനായിട്ട് പോലീസൊക്കെ ഒരുമിച്ച് ചേർത്തില്ലേ? അപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ക്രിമിനൽ നിയമങ്ങളെ നടപ്പിലാക്കുന്നത്. ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ പോലീസും അതുപോലെ തന്നെ നമ്മുടെ കോടതിയൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലേ? അപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കുന്നു. സോ കൺകറന്റ് ലിസ്റ്റാണ്. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. ഞാൻ ആദ്യം അതേനെ എടുത്തതെന്ന് അറിയാം. ഇവിടെ അതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, എവിടെ ഇവിടെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിൻ്റെ കൈമാറ്റം, വനങ്ങൾ, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് ചേർന്നുണ്ടാക്കുന്നു. മായം ചേർക്കൽ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നു. ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും ഒരുമിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ പറഞ്ഞു പോവാം. റിപ്പീറ്റ് പറയേണ്ടത് നിങ്ങൾ മണ്ടയിലോട്ട് കയറാനാണ് കേട്ടോ. മണ്ടയിൽ കയറാന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. വിവാഹമോചനം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, ചാരിറ്റബിൾ മതസ്ഥാപനങ്ങൾ, തുറമുഖങ്ങൾ, പത്രം, പുസ്തകം, അച്ചടിശാലകൾ, ഉൾനാടൻ ജലഗതാഗതം, വില നിയന്ത്രണം, ജനന മരണ രജിസ്ട്രേഷൻ, വൈദ്യുതി, ക്രിമിനൽ നിയമങ്ങൾ. ഇതെല്ലാം വരുന്നത് ഏതിലാ കുട്ടികളെ? കൺകറന്റ് ലിസ്റ്റിലാണ്. പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് യൂണിയൻ നോക്കാം. യൂണിയൻ കുറച്ചുകൂടെ ഈസിയാണ്. കൺകറന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എളുപ്പമുള്ളത് യൂണിയനാണ്. നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ലോജിക്ക് ആലോചിച്ചോണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തോണം കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയേ, പ്രതിരോധം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്ന കാര്യമില്ല. അപ്പം പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്. ഓക്കെ, നിങ്ങൾ ബാങ്കിങ്, നമ്മൾ മറ്റേ ബാങ്കിങ് നാഷണലൈസേഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? ഓക്കെ. പിന്നെ റെയിൽ ഗതാഗതം സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ വരുന്ന കാര്യമല്ലേ? തപാല്, കമ്പി തപാല്, അത് സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ വരുന്ന കാര്യമാണ്. വ്യോമയാനം, തുറമുഖം. ഈ കൊടുത്തിരിക്കുന്ന തുറമുഖം എന്ന് വെച്ചാൽ മേജർ പോർട്ടുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഒന്ന് പഠിച്ചേടാ. ഏതൊക്കെയാ വരുന്നത്? പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാൽ, കമ്പി തപാൽ, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. അപ്പോൾ ഇത് തലച്ചോറ് വർക്ക് ചെയ്താൽ കിട്ടും. കാരണം ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്ന സാധനങ്ങളാണെന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ സാധനം പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഒന്ന് കൂട്ടി ചെയ്യാൽ മതിയേ. ഓക്കെ, ഇനി നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിള്ളേരെ, വരുമാന നികുതി, ഇൻകം ടാക്സ് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. വരുമാന നികുതി പിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇൻകം ടാക്സ് അല്ലേ? വരുമാന നികുതി മാത്രമല്ല, വരുമാന നികുതിയും കോർപ്പറേഷൻ നികുതിയും പിരിക്കുന്നത് ആരാണ് പിള്ളേരെ? സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ വരുമാന നികുതി, കോർപ്പറേഷൻ നികുതി, യൂണിയൻ ലിസ്റ്റ്. ലോട്ടറി, സംശയം വരണ്ട, ലോട്ടറി യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്ന വിഷയമാണ് ലോട്ടറി. സെൻസസ്, ജനസംഖ്യാ കണക്കെടുപ്പ്. ഇൻഷുറൻസ്, പൗരത്വം. സെൻസസ്, ഇൻഷുറൻസ്, പൗരത്വം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ സെൻസസ് എടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് വരുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെ കയ്യിൽ മാത്രം വരുന്ന കാര്യമാണ്. ഓഹരി വിപണി, ദേശീയപാത, അന്തർ സംസ്ഥാന കുടിയേറ്റം മാത്രമല്ല, അന്തർ സംസ്ഥാന ക്വാറന്റൈൻ, അന്തർ സംസ്ഥാന വാണിജ്യ വ്യാപാരം. വാണിജ്യവും വ്യാപാരവും വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പക്ഷെ അന്തർ സംസ്ഥാന വാണിജ്യവും വ്യാപാരവും വരുന്നത് ഏത് ലിസ്റ്റിലാണ് പിള്ളേരെ? യൂണിയൻ ലിസ്റ്റിലാണ്.
പെട്രോളിന് വില കൂട്ടുന്നതിന് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ ചീത്ത വിളിക്കാറില്ലേ? ഓരോ കാരണമാണ് വില ഇങ്ങനെ കൂടുതൽ നമ്മൾ പറയത്തില്ലേ? ഇവിടെ നിന്നുകൊണ്ട് പറയാറുണ്ടല്ലേ? അപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പൊ ഇത് മറക്കണ്ടേ. അന്തർ സംസ്ഥാന കുടിയേറ്റവും അന്തർ സംസ്ഥാന ക്വാറന്റൈനും അന്തർ സംസ്ഥാന വാണിജ്യവും വ്യാപാരവും അതുപോലെ അന്തർ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന നദികളുടെ നിയന്ത്രണവും വികസനവും. മനസ്സിലായ? അന്തർ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന, അതായത് ഒരു സംസ്ഥാനത്ത് ഇപ്പൊ തന്നെ കാവേരി നദി തമിഴ്നാടിലും അതുപോലെ കേരളത്തിലും കർണാടകയിലും എല്ലാം കാവേരി നദിയുടെ ഭാഗങ്ങളുണ്ട്. അതെല്ലാം പല സംസ്ഥാനങ്ങളും ഒഴുകുന്നില്ലേ? അതുകൊണ്ട് അന്തർ സംസ്ഥാനങ്ങൾ കടന്നൊഴുകുന്ന നദികളുടെ നിയന്ത്രണവും വികസനവും യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. ഹൈക്കോടതികളുടെ രൂപീകരണം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അറ്റോമിക എനർജി, ഞാൻ നേരത്തെ അത് അവിടെ ഉണ്ടായിരുന്നു, ആണവ ഊർജ്ജം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിന് അറ്റോമിക് എനർജി എല്ലാം പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് ആരുടെ കയ്യിൽ വരുന്നതാണ്? അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. പിന്നെ കസ്റ്റംസ് തീരുവ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഈടാക്കുന്ന നികുതിയാണ് എന്ന് പറയുന്നത് കസ്റ്റംസ് തീരുവ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാവേ, എല്ലാം ഒന്ന് മൈൻഡിലാക്കിക്കോണം കേട്ടോ. പഠിച്ചെടുത്താൽ മതിയായിരുന്നു എല്ലാവരും. പിള്ളേരെ, യൂണിയൻ ലിസ്റ്റ് ഏതൊക്കെയാ പറഞ്ഞേ? പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, അതുപോലെ ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാല്, കമ്പിത്തപാല്, വ്യോമയാനം, തുറമുഖങ്ങൾ. മേജർ പോർട്ടാണ്. മൈനർ പോർട്ടാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലാണ്. വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ, അതായത് റിസർവ് ബാങ്ക് ഒക്കെ വരുന്നത് ഇവരുടെ കീഴിലാണ്. റിസർവ് ബാങ്ക്, അതുപോലെ CBI അതൊക്കെ വരുന്നത്, CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ വരുന്നത് ഏതാണ് പിള്ളേരെ? യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ നമ്മൾ എക്സ്ട്രാ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയാണ് പഠിച്ചേ? വരുമാന നികുതി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് നികുതി, ലോട്ടറി, സെൻസസ്, ഇൻഷുറൻസ്, പൗരത്വം, ഓഹരി വിപണി, ദേശീയപാത, അന്തർ സംസ്ഥാന കുടിയേറ്റം, അന്തർ സംസ്ഥാന ക്വാറന്റൈൻ, അന്തർ സംസ്ഥാന വാണിജ്യം വ്യാപാരം, അന്തർ സംസ്ഥാന നദികളുടെ നിയന്ത്രണവും വികസനം. ഇതെത്ര ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും, ഹൈക്കോടതികളുടെ രൂപീകരണം, അറ്റോമിക് എനർജി, അതുപോലെ തന്നെ കസ്റ്റംസ് തീരുവ. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാ? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അത് മറക്കണ്ടേ, ചോദിക്കും ചിലപ്പോൾ. ഓക്കെ. സ്റ്റേറ്റ് ലിസ്റ്റ് കൂടെ നോക്കിയാലോ? നോട്ട് ചെയ്ത് പഠിച്ചോണേ. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് പിള്ളേരെ? കൃഷി സ്റ്റേറ്റ് ലിസ്റ്റാണ്, പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, ജയില് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, പ്രാദേശിക ഗവൺമെന്റ്, ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ കൃഷി, പോലീസ്, ജയില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. മനസ്സിലായില്ലേ? പക്ഷെ വിദേശ വ്യാപാരമോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന വാണിജ്യ വ്യാപാരമോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ലിസ്റ്റിൽ വരും? അത് യൂണിയൻ ലിസ്റ്റിൽ. വിദേശ വ്യാപാരവും അല്ലെങ്കിൽ അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. കന്നുകാലി പരിപാലനം സംസ്ഥാന ലിസ്റ്റിൽ. എന്നാൽ വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ മൃഗസംരക്ഷണം വരുന്നത് ഏതിലാ പിള്ളേരെ? അത് കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. അത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ. അനിമൽ ഹസ്ബൻഡറി വരുന്നത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, സ്റ്റേറ്റ് PSC ആരുടെ അധികാരത്തിൽ വരുന്ന കാര്യമാണ്? സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC ആരുടെ കയ്യിൽ വരും? UPSC കേന്ദ്ര ലിസ്റ്റിൽ വരും അല്ലേ? UPSC കേന്ദ്ര ലിസ്റ്റിൽ വരും. പിള്ളേരെ ഇത് എഴുതി ഒന്ന് വായിച്ച് പഠിച്ചോണം. നിങ്ങൾക്ക് പരീക്ഷ നാളെ ഉള്ള ആൾക്കാർ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഇതിൽ നിന്ന് തന്നെ ചോദ്യം വരണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ലിസ്റ്റ് ഫുള്ളൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇനി മറ്റേ ഇത് നമ്മൾ ഫുള്ള് പഠിച്ച് ഇത് ഇത്രയും നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ എക്സ്ട്രാ കാരണം ആദ്യം പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക കേട്ടോ. നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഇത് ഇത്രയും പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് കേട്ടോ. ഈ 100 ഇത്രയും വിഷയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അത്രയും വിഷയങ്ങൾ എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. ഓക്കെ. അതുപോലെ കൃഷി, പോലീസ്, ജയില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം. ഓക്കെ. വാണിജ്യവും വ്യാപാരവും. ഈ മദ്യം, നമ്മളിപ്പോൾ മദ്യമൊക്കെ ഓർക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ പറയും നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോണത് തന്നെ ബിവറേജിനെ വെച്ചിട്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് മദ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മദ്യം സംസ്ഥാനം.
പിന്നെ പോലീസ്, നമുക്കറിയാം പോലീസ്, ജയില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇതെല്ലാം സംസ്ഥാനത്തെ കയ്യിൽ വരുന്നതാണ്. പൊതുജനാരോഗ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, വാണിജ്യവും വ്യാപാരവും ഓർത്തിരിക്കുക. വാണിജ്യവും വ്യാപാരവും സംസ്ഥാന ലിസ്റ്റ്. എന്നാൽ അന്തർ സംസ്ഥാന വാണിജ്യമെന്നോ വിദേശ വാണിജ്യ വിദേശ വ്യാപാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിയൻ ലിസ്റ്റാണ് കേട്ടോ. കന്നുകാലി പരിപാലനം സംസ്ഥാന പബ്ലിക് സർവീസുകൾ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയെന്ന് നോക്കാം. പിള്ളേർ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഫിഷറീസ്. ഫിഷറീസ് എന്താണ് പിള്ളേർ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്. ഓക്കെ, മീൻപിടുത്തമൊക്കെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്. കാർഷിക വരുമാന നികുതി. വരുമാന നികുതി നമ്മൾ ഏതിലാ പറഞ്ഞത്? ഇൻകം ടാക്സ് ഏതിലാ പറഞ്ഞത്? ഇൻകം ടാക്സ് യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ കാർഷിക വരുമാന നികുതി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കാർഷിക വരുമാന നികുതി ഏതിലാണ്? ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പഞ്ചായത്തി രാജ്, നമ്മൾ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെന്റ് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ടതിലെ പഞ്ചായത്തി രാജ്, അതും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കെട്ടിട നികുതി, വാഹന നികുതി. കെട്ടിട നികുതിയും വാഹന നികുതിയും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ജലസേചനം, ശവസംസ്കാരം, വ്യവസായങ്ങൾ, വിപണികളും മേളകളും ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരെ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതുപോലെ ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പിള്ളേരെ ഏതൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫിഷറീസ്, കാർഷിക വരുമാന നികുതി, പഞ്ചായത്തി രാജ്, കെട്ടിട നികുതി, വാഹന നികുതി, ജലസേചനം, ശവസംസ്കാരം, വ്യവസായങ്ങൾ, വിപണികളും മേളകളും ഹൈക്കോടതിയുടെ രൂപീകരണം നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റാണ്. എന്നാൽ ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ജീവനക്കാരും അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും. ഓക്കെ അല്ലേ? അപ്പം 3 ലിസ്റ്റുകളും നമ്മൾ ഏകദേശം പഠിച്ചു എന്നാണ് വിശ്വാസം. നിങ്ങൾ നന്നായിട്ട് ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളിത് മറന്നു പോകും. സോ നിങ്ങൾ നന്നായിട്ട് ഇത് റിവിഷൻ ചെയ്യണം. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.